ട്രംപിനോട് പോയി പണം നോക്കാൻ ഇന്ത്യ പറഞ്ഞു? അങ്ങനെ കരുതണം. കാരണം ട്രംപ് കഴിഞ്ഞ ദിവസം ഈ താരിഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ താരിഫ് 18% കുറച്ചു എന്ന് പറഞ്ഞത് ഇനി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാത്തതുകൊണ്ട് ഉക്രൈൻ യുദ്ധം നിൽക്കും. കാരണം റഷ്യൻ വാർ മെഷീൻ പ്രവർത്തിക്കാനുള്ള പണം കൊടുക്കുന്നത് ഇന്ത്യയാണ്. കാരണം ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ട് ആണ് റഷ്യയ്ക്ക് പണം ഉണ്ടാകുന്നത്. അതിന് നിൽക്കാൻ പോവുകയാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അത് ശരിയാണ്. കണക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിൽ 88% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതിൻ്റെ 2/3 നമ്മൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ സമീപകാലത്ത് ഇന്ത്യ എണ്ണ വാങ്ങാൻ, ക്രൂഡ് ഓയിൽ വാങ്ങാൻ ചെലവഴിക്കുന്ന പണത്തിൻ്റെ 2/3 ഭാഗവും കിട്ടുന്നത് റഷ്യക്കാണെന്ന് മാത്രമല്ല, അതുകൊണ്ട് പെട്രോ ഡോളർ എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യ റഷ്യയുടെ കാര്യത്തിലെങ്കിലും പൊളിച്ചു. പകരം പെട്രോ റുപ്പിയാണ്. പെട്രോളിന് പകരം നമ്മൾ കൊടുക്കുന്നത് രൂപയാണ്. ചൈന കൊടുക്കുന്നത് പെട്രോ യുവാനാണ്. അമേരിക്കൻ ഡോളറിനെ ഏകപക്ഷീയമായി അമേരിക്ക ഒരു അന്താരാഷ്ട്ര കറൻസി ആയിട്ട് പ്രഖ്യാപിച്ചു. കാരണം ലോകത്ത് ഏത് രാജ്യവും പെട്രോൾ വാങ്ങിച്ചാൽ, ക്രൂഡ് വാങ്ങിച്ചാൽ അത് ഡോളറിൽ വാങ്ങണമെന്ന് അമേരിക്ക സൗദിയുമായിട്ടുണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെട്രോ ഡോളർ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നത്. പിന്നീട് സൗദി ആ നിലപാടിൽ നിന്ന് മാറ്റിയപ്പോൾ സൗദിയിലെ രാജാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കാരണം ഡോളറിനെ തൊട്ടാൽ അമേരിക്ക സമ്മതിക്കത്തില്ല. അമേരിക്കയ്ക്ക് അതുകൊണ്ടാണ് ഡോളർ ലോകത്തിലെ ഏറ്റവും ശക്തമായ നാണയമായി, കറൻസിയായി നിൽക്കാൻ കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടക്കുന്നത് ഡോളറിലായതുകൊണ്ടാണ്. അപ്പോൾ അതിനും കൂടി ബദലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് രൂപ കൊടുത്തത്. റൂബിളും രൂപയും തമ്മിലാണ് വിനിമയം. അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ്. നമ്മുടെ പണം ഏറ്റവും കൂടുതൽ റഷ്യക്ക് കിട്ടുന്നുണ്ട്, റഷ്യ അതുകൊണ്ടാണ് യുദ്ധം നടത്തുന്നത് എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഡോളറിന് ബദലുണ്ടാക്കിയിരിക്കുന്നു. പെട്രോ ഡോളറിന് ബദലായിട്ട് പെട്രോ റുപ്പി വരുന്നു എന്നുള്ളത് ട്രംപിന് സഹിക്കില്ല, അമേരിക്ക സമ്മതിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ താരിഫൊക്കെ വന്നത്. അപ്പോൾ ഏതായാലും അമേരിക്ക താരിഫ് വന്നപ്പോൾ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് താരിഫ് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു എന്ന് പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് ഈ മുനീറും ഷഹബാസ് ഷെറീഫും പോയി നിരന്തരം നാവ് കൊണ്ട് ട്രംപിൻ്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുത്തിട്ടും പാകിസ്ഥാന് 19%, നമുക്ക് 18% താരിഫ്. നമ്മളെക്കാൾ കൂടുതൽ താരിഫ് പാകിസ്ഥാനാണ്. അപ്പോൾ എത്ര പണിയെടുത്തോടും എത്ര വിടുപണി ചെയ്താലും പാകിസ്ഥാനെ അങ്ങനെ കാണുന്നുള്ളൂ. പാകിസ്ഥാൻ ഒരു ദരിദ്ര രാജ്യം, പരമദരിദ്ര രാജ്യമാണ്. അവരുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് അമേരിക്കയ്ക്ക് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാളും മുന്തിയ പരിഗണന ഈ താരിഫ് വെട്ടിക്കുറച്ചപ്പോൾ അമേരിക്ക തന്നത്. അപ്പോഴും ട്രംപിൻ്റെ ആവശ്യം ഈ എണ്ണ വാങ്ങുന്നത് നിർത്തണം, റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം നിർത്തണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് 4-5 ദിവസം കഴിഞ്ഞു. 4-5 ദിവസത്തിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒന്നും പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചായിരുന്നോ? പ്രസിഡന്റ് പുടിൻ ട്രംപിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് പ്രസിഡന്റ് പുടിനോ മോസ്കോയോ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. നരേന്ദ്രമോദി വല്ലതും പറഞ്ഞോ? നരേന്ദ്രമോദിയും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് തമ്മിലൊരു ധാരണയുണ്ട്. അവർക്കറിയാം ഇതിൻ്റെ പൊളിറ്റിക്സ് അറിയാം. ഈ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്ക എടുക്കുന്ന നിലപാടെന്താണ്, അമേരിക്കയുടെ താല്പര്യം എന്താണ്, ഇന്ത്യയുടെ താല്പര്യം എന്താണ്, റഷ്യയുടെ താല്പര്യം എന്താണ് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഇത് വലിയ ഒരു അനിശ്ചിതത്വം വന്നിട്ട് ഈ ആളുകൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങി, മോദി നട്ടല് വളച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കരാർ വന്നിട്ടില്ല, വാക്കാൽ സംസാരിച്ചിട്ടുള്ളൂ, കരാർ ഒപ്പുവയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ കൃത്യമായി പറഞ്ഞു, ഡയറി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, പാൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, കാർഷിക മേഖലയുടെ കാര്യത്തിൽ നമ്മുടെ നിലപാട് മാറ്റിയിട്ടില്ല, അത് ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. കാർഷിക മേഖലയുടെ കാര്യത്തിൽ നമ്മുടെ നിലപാട് മാറ്റിയിട്ടില്ല, അത് ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ റഷ്യൻ ക്രൂഡ് നമ്മൾ ഇറക്കുമതി ചെയ്യുമോ എന്നുള്ള ചോദ്യം ഒരു വലിയ ക്വസ്റ്റ്യനായി നിൽക്കുമ്പോഴാണ് ഇന്ന് നമ്മുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഇതിൽ നടത്തിയിരിക്കുന്നത്. അതായത് ട്രംപിൻ്റെ അവകാശവാദങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ ലോകത്തെവിടെ നിന്നും എണ്ണ വാങ്ങാൻ, എണ്ണ എന്നല്ല എന്തും വാങ്ങാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്. കാരണം ഇന്ത്യ ഒരു സോവറിൻ കൺട്രിയാണ്, പരമാധികാര രാജ്യമാണ്. അതുമാത്രമല്ല, ഇന്ത്യ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ താല്പര്യമാണ്. അവർക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ അവരുടെ ഊർജ്ജാവശ്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ താല്പര്യം. അതുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് എവിടെ കിട്ടിയാലും നമ്മളത് വാങ്ങും. അപ്പോൾ റഷ്യ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിലാണ് 33% വരെ വില കുറച്ചിട്ടാണ് റഷ്യൻ എണ്ണ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് വാങ്ങും. അല്ലാതെ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന പോലെ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ നമുക്ക് പല പ്രശ്നങ്ങളും. ഒന്ന് ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ റിഫൈനറികൾ US
ഷെൽ കമ്പനികളുടെ ഓയിൽ സംസ്കരിക്കാനുള്ള രീതിയിലല്ല നമ്മുടെ റിഫൈനറികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് റഷ്യൻ എണ്ണ സംസ്കരിക്കുന്ന തരത്തിലാണ് നമ്മുടെ റിഫൈനറികൾ ഡിസൈൻസിലെ ടെക്നിക്കൽ സൈഡ് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെനസ്വേലയുടെ കാര്യം നോക്കുക. വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് മുമ്പ് നമ്മൾ എണ്ണ വാങ്ങിയിട്ടുണ്ട്. ആ എണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ 2019 മുതൽ 2020 വരെ നമ്മൾ എണ്ണ വാങ്ങിച്ചു. 2003 മുതൽ 2024 വരെ നമ്മൾ എണ്ണ വാങ്ങിച്ചു. പക്ഷേ അപ്പോഴൊക്കെ അമേരിക്കയുടെ ഉപരോധം, വെനസ്വേലയായിട്ട് അമേരിക്കയ്ക്ക് നല്ല ബന്ധമില്ലാത്തതുകൊണ്ട് അമേരിക്കയുടെ സാങ്ഷൻ ഉപരോധം വന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ചില്ല. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. വെനസ്വേല ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവുള്ള, ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ്. പക്ഷേ വെനസ്വേല അല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ വിൽക്കുന്ന രാജ്യം. എന്താ പ്രശ്നം എന്നറിയോ? അവിടെ എണ്ണയുണ്ട് മണ്ണിനടിയിൽ. അത് സംസ്കരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ വെനസ്വേലയ്ക്കില്ല. ഏറ്റവും അഴിമതി നിറഞ്ഞ, ഏറ്റവും ഏകാധിപത്യം നിറഞ്ഞ, ഏറ്റവും സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമായതുകൊണ്ട് അവർക്ക് അവരുടെ ഏറ്റവും നിർണായകമായ ഈ സ്വത്തിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ദരിദ്ര രാജ്യമായി തുടരുകയാണ്. ഒരുപാട് സമ്പത്തുണ്ടായിട്ടും, സമ്പത്ത് ഭൂമിക്കിട്ട് കിടപ്പുണ്ട്, അത് ഉപയോഗിക്കാൻ അറിയാൻ മേലാതെ ദരിദ്ര രാജ്യമായി കഴിഞ്ഞിരുന്ന ഒന്നാണ് വെനസ്വേല. അതുകൊണ്ട് തന്നെ വെനസ്വേലൻ എണ്ണ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആധുനിക റിഫൈനറികൾ വേണം, അത് ഡ്രിൽ ചെയ്യാനുള്ള സംവിധാനം വേണം. അപ്പം ട്രംപ് പറയാണ്, നിങ്ങൾ ഇനി വെനസ്വേല എണ്ണ മേടിച്ചാൽ മതി, വെനസ്വേല ഞങ്ങളുടെ കയ്യിലാണ്, അവിടുന്ന് എണ്ണ തരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുപ്പിക്കത്തെടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ഖനനം ചെയ്ത് അത് എന്ത് ചെയ്യണം? എണ്ണ മൈൻ ചെയ്ത് അത് സംസ്കരിച്ച് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. എണ്ണ ഖനനത്തിനുള്ള സംവിധാനങ്ങൾ വെനസ്വേലയിൽ വേണ്ട തരത്തിലില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്, നമ്മുടെ റിഫൈനറികൾക്ക് വെനസ്വേല എണ്ണ അല്ലെങ്കിൽ US ഷെൽ കമ്പനികൾ തരുന്ന എണ്ണ, US ഷെൽ ഓയിൽ റിഫൈൻ ചെയ്യാനുള്ള ടെക്നിക്കൽ സംവിധാനങ്ങൾ നമ്മുടെ റിഫൈനറികളില്ല എന്ന് ഞാൻ വായിച്ചു. അപ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത്, നമുക്ക് ലാഭം കിട്ടുന്ന ഒന്ന് നമ്മൾ എന്തിനു വേണ്ടി നോക്കണം. അമേരിക്കൻ എണ്ണ വാങ്ങുമ്പോൾ അതിന് വില കൂടുതലാണ്. ഈ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. പിന്നെ യാത്ര, ലോജിസ്റ്റിക്സ് കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ സഹിച്ച് നമ്മൾ എണ്ണ കൊണ്ടുവരുമ്പോൾ അത് സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ എണ്ണ വില കൂടും. എണ്ണ വില കൂടുമ്പോഴത്തേക്ക് അത് സമഗ്രമായ എല്ലാ മേഖലകളെയും ബാധിക്കും. ഇന്ത്യയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകാൻ ഈ അമേരിക്കൻ എണ്ണ മാത്രം വാങ്ങിയാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും. നമ്മൾ ഇറാനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, സൗദിയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എണ്ണ വാങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ കൂടെ പങ്കാളിയാക്കാമെന്നല്ലാണ്ട് അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ കൃത്യമായി ഇന്ത്യ മറുപടി പറഞ്ഞിരിക്കുന്നു. ട്രംപ് പറയുന്ന അവകാശവാദം പോലെയല്ല. ഇന്ത്യ അങ്ങനെ സമ്പൂർണ്ണമായി റഷ്യൻ എണ്ണ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. വിപണി വില നമുക്കനുകൂലമാണെങ്കിൽ നമ്മൾ എവിടെ നിന്നും എണ്ണ വാങ്ങും. അപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് റഷ്യൻ എണ്ണ ഞങ്ങൾ മേടിക്കാതിരിക്കാം. റഷ്യ തരുന്ന അത്രയും ഡിസ്കൗണ്ട്, അല്ല അതിനേക്കാൾ കുറച്ച് ഡിസ്കൗണ്ട് നിങ്ങൾ തരുമോ എന്നൊരു ചോദ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. പരോക്ഷമായി ചോദിക്കുകയാണ്. ശരി, നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ എണ്ണ മേടിക്കരുത്, ഞങ്ങൾക്ക് എന്താ ഗുണം? ന്യായമായ ചോദ്യമല്ലേ? അതാണ് 148 കോടി ജനങ്ങളുടെ താല്പര്യമാണ് ഇന്ത്യക്ക് പ്രധാനമെന്ന് നമ്മുടെ മന്ത്രിമാർ പറയുന്നില്ല. ജയശങ്കർ അല്ല പറഞ്ഞത്, പ്രധാനമന്ത്രി അല്ല പറഞ്ഞിരിക്കുന്ന ആരാണ്? നമ്മുടെ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. രൺധീർ ജയ്സ്വാളാണ് പറഞ്ഞത്. ഇതിന് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഈ ഭരണകൂടത്തിൻ്റെ അഭിപ്രായമാണ്, സർക്കാരിൻ്റെ അഭിപ്രായമല്ല. ഇനി നാളെ വേണമെങ്കിൽ ജയ്സ്വാൾ അങ്ങനെ പറഞ്ഞത് നമ്മളോട് ആലോചിക്കാനാണ്. അതായത് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് വേണമെങ്കിൽ തിരുത്താം. പക്ഷേ ഇങ്ങനെ പറയുന്നത് കൃത്യമായും പെട്രോളിയം വകുപ്പിൻ്റെ മന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയൊക്കെ അറിവോട് കൂടിയായിരിക്കണം ജയ്സ്വാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് മുന്നിൽ നമ്മൾ വെക്കുന്ന ഒരു കണ്ടീഷനാണ്. ഞങ്ങളത് വാങ്ങും, ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും കുറഞ്ഞ വിലയാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എണ്ണ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവണമെന്ന് വളരെ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. അവിടെയും ഇന്ത്യയുടെ കീഴടങ്ങലല്ല, ഇന്ത്യയുടെ വിലപേശലാണ് അവിടെ കാണുന്നത്. റഷ്യൻ എണ്ണ ഒഴിവാക്കണമെങ്കിൽ ഒന്നെങ്കിൽ റഷ്യ തരുന്ന നിരക്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ അമേരിക്കൻ എണ്ണ അമേരിക്കയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ കിട്ടുന്ന സംവിധാനം ഉണ്ടാവണമെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ട്രംപ് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു എന്നാണ് പറയേണ്ടി വരിക. കാരണം ട്രംപ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ അത് ചെയ്തു, ഞാൻ 8 യുദ്ധങ്ങൾ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുന്ന പോലെ 100% ഇനി എണ്ണ വാങ്ങത്തില്ല റഷ്യയിൽ നിന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ ട്രംപിന് നമ്മൾ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ പതിവ് പോലെ ഇത് പറഞ്ഞിട്ടേ ഇല്ല, വാർത്തയേ ഇല്ല. നമ്മൾ ഇതിനു മുമ്പ് തൊട്ടൊരു വീഡിയോ ചെയ്തല്ലേ, റിസർവ് ബാങ്ക്
വെള്ളി ഏപ്രിൽ 1 മുതൽ വെള്ളി ബാങ്കുകളിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെക്കാനുള്ള ഉത്തരവ് കൊടുത്തു, പണയമായി സ്വീകരിക്കാനുള്ള ഉത്തരവ് കൊടുത്തു. ഏതെങ്കിലും മാധ്യമത്തിൽ വന്നോ? അപ്പോൾ അതുകൊണ്ടാണ് പ്രിയ നമ്മൾ പറയുന്നത് ഇന്ത്യ ലൈവാണ് പല കാര്യങ്ങളും വെടിയിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകരുടെ ഒരു കാര്യം പറയാം അല്ലേ, അതെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കാതിരിക്കുക. എങ്കിലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഞങ്ങൾക്ക് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ പ്രിയ? അതെ. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അതെ, തീർച്ചയായിട്ടും.